പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അപ്പാരിഷൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഗുഡ് സക്സസ്, അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ്, പരിശുദ്ധ അമ്മ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? 20-ാം നൂറ്റാണ്ടിന് ശേഷം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ നേരിടുന്ന ചില കാര്യങ്ങളെ മുന്നറിയിപ്പുകളായി പരിശുദ്ധ അമ്മ 400 വർഷം മുമ്പ് പറഞ്ഞു വെച്ചു. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ അമ്മ ഈ സഹോദരിയെ പഠിപ്പിച്ചതാണ്, വിശ്വാസത്തിൽ അതീവ ഗുരുതരമായ വീഴ്ചകൾ ഈ കാലഘട്ടത്തിൽ സംഭവിക്കും. വിശ്വാസത്തിൽ അതീവ ഗുരുതരമായ സംഭവങ്ങൾ സംഭവിക്കും. ഒന്ന്, അന്ധവിശ്വാസങ്ങൾ വർദ്ധിക്കുന്നൊരു കാലഘട്ടമായിരിക്കും. ആത്മവിശ്വാസം കൊണ്ട് വിശ്വാസത്തെ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ അപ്പാരിഷൻസ് കഴിഞ്ഞ് 400 വർഷം. പ്രത്യേകിച്ച് ഈ കാലഘട്ടം നമ്മൾ ചുറ്റുപാടിലേക്ക് നോക്കിയെന്നാൽ നമുക്ക് കാണാൻ പറ്റും, ദൈവത്തെ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്ന, ദൈവങ്ങളുടെ നാടായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക്. അതുപോലെ ദൃഢത നഷ്ടപ്പെടും. കുടുംബജീവിതത്തിൻ്റെ, വ്യക്തി ജീവിതത്തിൻ്റെ ദൃഢത നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ആത്മഹത്യകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം. ധൈര്യം നഷ്ടപ്പെടും. ഒന്നിനെയും നേരിടാനുള്ള ശേഷിയില്ലാത്ത അവസ്ഥ വരും. ഉറച്ച ദൈവവിശ്വാസങ്ങൾ ഇല്ലാത്തവർ അനേകര് ഈ കാലഘട്ടത്തിലുണ്ടാവും. കാരണം വിശ്വാസം മുഴുവൻ ആഗ്രഹങ്ങളുടെ പ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള വിശ്വാസം മാത്രവും നടക്കാതെയാകുമ്പോൾ ദൈവത്തെ കൈവിടുന്ന അവസ്ഥകളുണ്ടാവും. അങ്ങനെ പല വിധത്തിൽ വിശ്വാസത്തിൽ അതീവ ഗുരുതരമായ കാര്യങ്ങൾ പിടിമുറക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. 20-21 നൂറ്റാണ്ടുകളെന്ന് പരിശുദ്ധ അമ്മ അന്നേ ഈ സഹോദരിയോട് പറഞ്ഞു വെച്ചു. ഏറ്റവും അറിയപ്പെട്ട പ്രവചനങ്ങളിലൊന്ന് 20-ാം നൂറ്റാണ്ടിലെ ഈ വിശ്വാസ നഷ്ടം തന്നെയായിരിക്കും. 2, അനേകം പാഷണ്ഡതകൾ ഈ കാലഘട്ടത്തിൽ വരും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിനെതിരെ, സഭയ്ക്കെതിരെ, സഭയുടെ കൂട്ടായ്മയ്ക്കെതിരെ, പരിശുദ്ധ കുർബാനയ്ക്കെതിരെ പലതരം പാഷണ്ഡതകൾ ഈ കാലഘട്ടത്തിൽ വരും. സഭയ്ക്കുള്ളിൽ തന്നെ ധാർമ്മിക തകർച്ചകൾ ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കുമെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു. ധാർമ്മികത നഷ്ടപ്പെടും. കരുണ കാണിക്കുന്ന അവസ്ഥകളെല്ലാം വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. നമുക്ക് ചിന്തിക്കാം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ, അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ്, നമ്മെ ഓർമ്മപ്പെടുത്തുക, ഇപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ, പരിഹാരം ചെയ്യുന്നില്ലേ എന്ന് ഓർമ്മപ്പെടുത്തുക. രണ്ടാമത്തത്, കന്യകാത്വം നഷ്ടപ്പെടുന്ന മനുഷ്യരെ കൊണ്ട് ഈ ലോകം നിറയും. വിവാഹത്തിന് മുമ്പ് തന്നെ വിവാഹേതര ബന്ധങ്ങളിലേക്ക് അനേകർ പോവും. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അബോർഷൻ പോലെയുള്ള പാപങ്ങൾ ചെയ്യും. വിവാഹം കഴിക്കുന്ന വ്യക്തിയേക്കാൾ മുമ്പ് പല വ്യക്തികളുമായിട്ട് യുവജന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ യൗവന കാലഘട്ടങ്ങളിൽ പാപം ചെയ്യും. ഇതാണ് രണ്ടാമത്തെ മുന്നറിയിപ്പ്. കന്യകാത്വം നഷ്ടപ്പെട്ട അനേകര് ഈ ലോകത്ത് നിറയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റും നോക്കാം, ഇന്ന് അനേകം മക്കള് പാപത്തെ നിസ്സാരവൽക്കരിക്കുന്ന കാര്യം, പ്രത്യേകിച്ച് വ്യഭിചാരം വലിയൊരു പാപമാണെന്ന് തോന്നാത്ത കാലഘട്ടം. ഇതൊക്കെ എന്താ തെറ്റ്? ഒരു സ്ത്രീയായി ജനിച്ചതുകൊണ്ട്, ഒരു പുരുഷനായി ജനിച്ചതുകൊണ്ട് ഈ സുഖവും കല്യാണത്തിന് മാത്രമാണോ ആവശ്യമെന്ന് ചിന്തിക്കുന്ന യുവതലമുറകളുടെ കാലഘട്ടം. ബാല്യത്തിൽ തന്നെ ഇങ്ങനെയുള്ള പാപങ്ങളിലേക്ക് പോകുന്ന മാധ്യമങ്ങളിലേക്ക് വീണുപോവുക, ഓൺലൈൻ മാധ്യമങ്ങളിൽ വീണുപോവുക. പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധ അമ്മ പറഞ്ഞ ഒരു മുന്നറിയിപ്പാണ്. ഇന്ന് നമ്മുടെ ചുറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ വീണുപോകുമ്പോൾ തിരിച്ചറിയുക, ഇനിയും തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ നമ്മൾ ജ്വലിക്കണം. ഈ വിമലഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന മക്കളെല്ലാം ഇത് കേൾക്കുമ്പോൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം, ഇനിയൊരു തലമുറയ്ക്ക് ഈ അവസ്ഥ വരരുത്. രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, എന്നാൽ പെട്ടെന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഫ്രീമേഴ്സൺ ഗ്രൂപ്പുകൾ ശക്തമാകും. ലോകത്ത് മാതാവിത് പറയുമ്പോൾ ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതിന് ശേഷമാണ് ലോകത്ത് അതിശക്തമായിട്ട് സമ്പന്നരുടെ ഒരു മതമെന്ന് പറയാൻ പറ്റില്ല, സമ്പന്നർ കൂടി ഒരു മതമാക്കിയ ഫ്രീമേഴ്സൺ ഗ്രൂപ്പുകൾ. അവരിൽ നിന്നാണ് ബ്ലാക്ക് മാസ് ഗ്രൂപ്പുകൾക്കുള്ള പണസമ്പാദനങ്ങൾ ഉണ്ടാകുന്നത്. മറ്റൊന്ന്, ഇലുമിനാലിറ്റി പോലെയുള്ള ചില പ്രസ്ഥാനങ്ങൾ ഈ ലോകത്ത് വളർത്തിയെടുക്കുന്നവർ ഈ ഫ്രീമേഴ്സൺ ഗ്രൂപ്പുകളാണ്. പരസ്യങ്ങളിലും അതുപോലെ തന്നെ പരസ്യവാചകങ്ങളിലും അല്ലെങ്കിൽ ചില എംബ്ലങ്ങളിൽ പോലും പിശാചിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന വലിയ കാര്യങ്ങൾ ലോക പ്രസ്ഥാനങ്ങളിൽ വന്നു. പ്രത്യേകിച്ച് ഈ വാഹനങ്ങൾ, മനോഹരമായ വാഹനങ്ങളുടെ ക്യാപ്ഷൻസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പരസ്യവാചകങ്ങളിൽ അല്ലെങ്കിൽ കഴിക്കുന്ന
കൊക്കക്കോള പോലെയുള്ള ഡ്രിങ്കുകളിൽ അതിനൊക്കെ ഇങ്ങനെ നെഗറ്റീവിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അവസ്ഥകളുണ്ടായി. എല്ലാത്തിൻ്റെയും എംബ്ലംസ് അല്ലെങ്കിൽ കളി കാണുന്ന സ്റ്റേഡിയങ്ങളിൽ പിശാചിനെ ആരാധിക്കുന്ന അവസ്ഥകളുണ്ടാകാം. വസ്ത്രധാരണത്തിൽ പോലും ഒരിക്കൽ ഒരു കുട്ടികളുടെ ധ്യാനത്തിൽ ഒരു കൊച്ചു പയ്യൻ ഇട്ടുവന്ന ബനിയെ ഞാൻ ശ്രദ്ധിച്ചു. അതിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകം നോ ജഡ്ജ്മെൻറ്റ്, അന്ത്യവിധിയുടെ ദിവസമില്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിശാചിൻ്റെ ഒരു എംബ്ലവും. പ്രിയപ്പെട്ടവരെ, അതുപോലെ ശരീരത്തിൽ പച്ച കുത്തുന്ന പ്രവർത്തികൾ വർദ്ധിച്ചത് ഈ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് അറിയുക, ഫ്രീമേഴ്സൺ ഗ്രൂപ്പുകൾ ലോകത്ത് ശക്തി പ്രാപിക്കും. ഇതേ സന്ദേശം മരിയാനയ്ക്ക് നൽകുന്നതിന് മുമ്പ് തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ 1717 ഫ്രീമേഴ്സൺ ആദ്യത്തെ ലോഡ്ജ് ഈ ലണ്ടനിൽ സ്ഥാപിക്കപ്പെട്ടത്. ഇതിൻ്റെ ആദ്യത്തെ ലോഡ്ജ് സ്ഥാപിക്കപ്പെടുന്നത് 1717 ലണ്ടനിൽ വെച്ചാണ് ഇതിൻ്റെ ആദ്യത്തെ ലോഡ്ജ് ഉണ്ടാകുന്നത്. ഇത് സമ്പന്നരുടെ ഇതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിച്ചറിയണേ, കേരളത്തിൽ പോലും ഈ ഫ്രീമേഴ്സൺ ഗ്രൂപ്പുകൾ അതിശക്തമായിരിക്കുക. സിനിമകൾ പോലും കുട്ടികളുടെ ഇടയിൽ വിഷം കയറ്റുന്ന, കൊലപാതകം ചെയ്യുന്ന, അല്ലെങ്കിൽ ഗാനങ്ങളിൽ പോലും ഈ അതിസ്വാഭാവികതയെ ആരാധിക്കാനായിട്ട് സൂപ്പർ നാച്ചർ പവറുകൾ ദൈവങ്ങളാണെന്ന് പഠിപ്പിക്കുന്ന കാലഘട്ടം, ഇല്ലാത്ത കഥകളെ പറഞ്ഞു പിടിപ്പിക്കുന്ന ഈ ഫ്രീമേഴ്സൺ ഗ്രൂപ്പുകൾ ഇന്ന് ലോകം മുഴുവനിലും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കമ്മ്യൂണിസ്റ്റ് രംഗപ്രവേശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫാത്തിമയിൽ പരിശുദ്ധമ്മ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, ഇങ്ങനൊരു പ്രസ്ഥാനം വരുന്നുണ്ട്. എന്നിട്ടാണ് മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് അന്നത്തെ മാർപ്പാപ്പ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായ റഷ്യയെ സമർപ്പിക്കുന്നത്. ഇവിടെ തിരിച്ചറിയണേ, ഇത് കാലഘട്ടത്തിൻ്റെ ചില ഗതിവിഗതികളെ പരിശുദ്ധ അമ്മയുടെ മക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാലാമത്തെ പ്രത്യേകത പറയുന്നത്, ഫ്രീമേഴ്സണിലൂടെ സാത്താൻ സഭയിൽ ഭരണം നടത്തുന്ന ഒരു കാലഘട്ടമായിരിക്കും. സാത്താൻ പോലും ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ വഴി സഭയെ പിടിച്ചു കെട്ടാൻ നോക്കും. അതുകൊണ്ട് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. 2 തെസ്സലോനി 2-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യം, ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസ ത്യാഗമുണ്ടാകുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരിയായി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തിരിച്ചറിയുക, എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറയുമ്പോഴും പരിശുദ്ധ അമ്മ പറയുക, യേശു ക്രിസ്തുവല്ലാതെ മറ്റൊരു ദൈവം ഈ ഭൂമിയിൽ രക്ഷയ്ക്കായി മരിച്ചിട്ടില്ല. അവൻ്റെ ഉത്ഥാനത്തിൽ നിത്യജീവനില്ല. ആ കാലഘട്ടത്തിലായിരിക്കും എല്ലാം ഒരുപോലെയാവും. എല്ലാ വിശ്വാസങ്ങളും ഒരുപോലെയാക്കുന്ന ചില കാലഘട്ടങ്ങളാണിത്. എല്ലാം ഒരുപോലെ. ഇനി പ്രിയപ്പെട്ടവർ, ഇനി ഓരോന്നും കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കണേ, പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. നമുക്ക് ആരെയും വിധിക്കാൻ പറ്റില്ല. അഹങ്കാരികൾ വർദ്ധിക്കും. അതുകൊണ്ട് ഈ ഫ്രീമേഴ്സൺ ഗ്രൂപ്പുകൾ, സാത്താൻ സേവകൾ ഈ മീഡിയയിലൂടെ സഭയുടെ അകത്തേക്ക് കയറാൻ നോക്കും. സഭയ്ക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ പൂട്ടുന്ന ചോദ്യങ്ങളിലേക്ക് കൊണ്ടിടും. ഇവിടെയെല്ലാം വിശ്വാസത്തിൽ അവസാനം വരെ പിടിച്ചിരിക്കുന്നവന് മാത്രമേ നിത്യജീവന്റെ രക്ഷയ്ക്ക് കൃപ ലഭിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട, നമ്മൾ അറിയണേ, അവശിഷ്ട ഭാഗമാകണം. ബൈബിള് പറയുന്നൊരു വാചകമുണ്ട്, അവശിഷ്ട ഭാഗം. സഭയിൽ ഇനി കുറച്ചു പേരെ അവശിഷ്ട ഭാഗമുള്ളൂ. 2 പേരൊരുമിച്ച് തോട്ടത്തിലിരിക്കും, ഒരുവൻ എടുക്കപ്പെടും, ഒരുവൻ അവശേഷിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ എടുക്കപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 5-ാമത് പറയുന്നത്, കുട്ടികളിൽ സ്വാഭാവിക നിഷ്കളങ്കത നഷ്ടപ്പെടും. കുഞ്ഞു കുട്ടികളിൽ പോലും നിഷ്കളങ്കത പോവും. നിങ്ങളിന്ന് നോക്കിയ ചുറ്റുപാടുകളിലും കുട്ടികളോട് എന്തെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് അവർ ചൂടാവും, അവർ തല്ലാൻ വരും. കാരണം അവർ കളിക്കുന്ന ഗെയിമുകൾ എല്ലാം കൊല്ലാനും നശിപ്പിക്കാനുമാണ്. എത്രയോ കുട്ടികൾ ഇന്ന് നശിക്കുന്നു, മയക്കുമരുന്നിന് അടിമകളാകുന്നു. പ്രിയപ്പെട്ടവരെ, 400 വർഷം മുമ്പ് പരിശുദ്ധ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് കുട്ടികളിൽ അതിസ്വാഭാവികമായ പ്രവൃത്തികൾ, ഹൈപ്പർ ആക്ടിവിറ്റി പോലുള്ള അസ്വസ്ഥതകൾ, നിഷ്കളങ്കതയില്ല. കുട്ടിക്കാലത്ത് തന്നെ മൊബൈൽ ഉപയോഗിക്കാൻ അവരാരാ പഠിപ്പിച്ച്? നമ്മൾ ആരും പഠിപ്പിച്ചിട്ടില്ല. സാഹചര്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് പോകുന്നു. 6-ാമത്തത്, സ്ത്രീകൾക്ക് അവരുടെ ശാലീനത നഷ്ടപ്പെടും. സ്ത്രീകൾ അവരുടെ ശരീരത്തെ പ്രൊജക്റ്റ് ചെയ്യുന്ന വസ്ത്രധാരണങ്ങൾ മറ്റുള്ളവർക്ക് കാണാൻ കാഴ്ച വസ്തുവായി സ്ത്രീകൾ തന്നെ നിന്നു കൊടുക്കും.
അത് ഈ കാലഘട്ടത്തിൻ്റെ അപകടം. ഈ 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോൾ തിരിച്ചറിയുക, ശരീരത്തെ മറയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ശരീരത്തെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഇന്ന് വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയാണ്. ഏഴാമത്തത്, സഭയുടെ കൈവപ്പില്ലാത്ത വിവാഹ ബന്ധങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ടാവും. പ്രത്യേകിച്ച് ഈ രജിസ്റ്റർ മാരേജ് ഒത്തിരി വർദ്ധിക്കും. അങ്ങനെ കൃപയില്ലാത്ത, ദൈവാഭിമുഖ്യമില്ലാത്ത മക്കൾ ജനിക്കും. തൽഫലമായി ദൈവവിളികൾ കുറഞ്ഞു വരും. വിവാഹമെന്ന നല്ല കൂദാശയ്ക്കുള്ള നല്ല ദൈവവിളികൾ ഉണ്ടാവില്ല. പൗരോഹിത്യ സന്യാസങ്ങളിൽ പോലും നല്ല ദൈവവിളികൾ ഉണ്ടാകാത്ത കാലം. പ്രിയപ്പെട്ടവരെ, ചുറ്റും നോക്കിക്കോ. ഇന്ന് അനേകം വൈദികര്, സന്യസ്തർ വേദനിക്കുന്നെന്നറിയോ? അവരുടെ സഭയിൽ ദൈവവിളിയില്ല. കാരണം സഭയുടെ കൈവെപ്പുള്ള വിവാഹ ബന്ധങ്ങളില്ല. ഏറ്റവും കൂടുതൽ നടക്കുന്ന വിവാഹ മോചനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭയ്ക്കുള്ളിൽ തന്നെ നുഴഞ്ഞു കയറി വിദേശത്ത് ജോലി കിട്ടാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് പാപമല്ലാത്ത ചില ചിന്താഗതികൾ ഇടയിൽ എവിടെയൊക്കെയോ കടന്നു വന്നിട്ടുണ്ട്. വിവാഹം എന്നത് കൂദാശയാണെന്നുള്ള തിരിച്ചറിവ് നഷ്ടമാകുമെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ചുറ്റുപാടിൽ നമുക്ക് കാണാം. എട്ടാമത്തത്, ആൺ പെൺ വ്യത്യാസമില്ലാത്ത വേഷവിധാനങ്ങൾ, പച്ചകുത്തലുകൾ, അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലുകൾ, അതുപോലെ ദ്രൗതവാദം നടത്തുന്ന ഈ ദേശീയ സ്വഭാവം ഉണ്ടാകുന്ന സംഗീതങ്ങൾ, അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ പെട്ടെന്ന് അസ്വസ്ഥയുണ്ടാകുക. ഈ അടുത്ത കാലത്ത് ഒരു കൊച്ചിനെ കൊണ്ടുവന്നത് ഓർക്കുകയാണ്. ആ കൊച്ച് ഏതൊരു സിനിമ കൊണ്ടു, അതിലിങ്ങനെ ഭീകരമായ അവസ്ഥയാണ്. ഇത് കണ്ടതോടുകൂടി കൊച്ചിന് ഭയം കയറി. ആകെ ഇരുട്ടത്ത് ഈ ചുവന്ന രക്തവും മുഖത്ത് കണ്ണു തുറിച്ച ഭാവങ്ങളും കാണിച്ച് ഈ കുട്ടികളുടെ ഉള്ളിൽ തന്നെ പിശാച് ഒരു വിജയ നേതാവാണെന്ന് പഠിപ്പിക്കുന്ന കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ആൺ പെൺ വ്യത്യാസമില്ല. LGBT പോലെയുള്ള അനേകം സംഘടനകൾ ലെസ്ബിയൻ പോലെ അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റിക്ക് അമിത വില കൽപ്പിക്കുന്ന കാലഘട്ടങ്ങൾ അതകത്തും പുറത്തുമുണ്ട്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക. ഒമ്പതാമത്തത് വളരെ പ്രധാനപ്പെട്ടതാ, പുരോഹിതന്മാർ അവരുടെ കടമകളിൽ ശ്രദ്ധയില്ലാത്തവരാവും. സമ്പത്തും പ്രൗഢിയും അവരുടെ ആകർഷണമായി മാറും. ഇതുമൂലം അനേകം വിശ്വാസികൾ നശിക്കാനും നിബന്ധിക്കാൻ ഇടവരും. സഭയ്ക്കുള്ളിൽ പ്രത്യേകിച്ച് പുരോഹിതന്മാരുടെയും മതവിഭാഗങ്ങളുടെയും പശ്ചാത്തലത്തിൽ വ്യാജ പരിഷ്കാരങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. പരിശുദ്ധ അമ്മ പറയുക, നിരവധി പുരോഹിതരും സന്യസ്തരും അവരുടെ ദൈവവിളികൾ നഷ്ടപ്പെടാൻ ഇടവരും. ആത്മീയ കടമകൾക്ക് പകരം നമുക്കറിയാലോ, ഷോയ്ക്ക് വേണ്ടിയിട്ട് പൗരോഹിത്യത്തെ ഉപയോഗിക്കാൻ തുടങ്ങും. ഈ വസ്ത്രത്തെ പോലും വലിച്ചു കീറുന്ന ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടം. 400 വർഷം മുമ്പ് പരിശുദ്ധ അമ്മ മക്കളോട് വെളിപ്പെടുത്തിയ സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പൗരോഹിത്യ ദൈവവിളികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവർ അശുദ്ധിയുടെ മുഖങ്ങൾക്ക് മുൻപിൽ പോയി നിൽക്കാൻ പാടില്ല. പത്താമത്തത്, ഈ അവസാനത്തിന് ശേഷം ശിക്ഷയ്ക്ക് കാരണമാകുന്ന പകർച്ചവ്യാധികൾ, ക്ഷാമങ്ങൾ, ആഭ്യന്തര യുദ്ധങ്ങൾ, രാജ്യാന്തര യുദ്ധങ്ങൾ, വിശ്വാസത്യാഗങ്ങൾ ഈ ലോകത്ത് കടന്നു വരും. ഒന്നിനെയും തടയാൻ ആളില്ലാത്ത അവസ്ഥ വരും. പ്രിയപ്പെട്ടവരെ, 11ാമത്തത്, സാത്താൻ വിജയം വരിച്ചുവെന്ന് അഹങ്കരിക്കുന്ന സമയത്ത് സിംഹാസനങ്ങൾ മറിഞ്ഞു വീഴുമെന്ന് ചിന്തിക്കുന്നിടത്ത് സഭ പിന്നെയും പുനർസ്ഥാപിക്കപ്പെടും. ഇതാണ് അവസാനം. എല്ലാം തോറ്റെടുത്തുനിന്ന് ദൈവം ആരംഭിക്കും. എന്നിട്ട് പറയാണ് എന്താണ് അവസാനമായി. അതുകൊണ്ട് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ്. എഫെസോസ് 6:10 മുതൽ 13 വരെ, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരായിരിക്കുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനോ രക്തത്തിനോ എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾ, ആധിപത്യങ്ങൾ, ഈ അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ ആയുധങ്ങൾ ധരിക്കാൻ നമുക്കൊരുങ്ങാം. ഇതാണ് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്നത്. ഈ മെസ്സേജുകൾ പറയുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇത് ലോകത്ത് നടക്കാനുള്ള ചില അടയാളങ്ങൾ പറയാം. ഒന്ന്, ഇക്വഡോർ എന്ന രാജ്യം കുറച്ച് നാളുകൾ 21-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും റിപ്പബ്ലിക് ഓഫ് ഇക്വഡോർ എന്നറിയപ്പെടും. ഇന്ന് ആ രാജ്യം അറിയപ്പെടുന്നത് ഈ പേരിലാണ്. മറ്റൊന്ന്, ഇത് ഈ ഈശോയുടെ തിരുഹൃദയത്തിന് ഈ രാജ്യത്തെ സമർപ്പിക്കുന്ന പ്രസിഡന്റ് പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പ് വഴി, പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ ഈ ഫ്രീമേഴ്സൺ ഗ്രൂപ്പ് വഴി വെടിവെച്ച് മരിക്കപ്പെടുകയാണ്. ഇതും സംഭവിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവസാനം പറയുക, എന്തെല്ലാം ഉണ്ടായാലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം ഈ ലോകത്തെ വിജയിക്കും.
നമുക്കിന്ന് പ്രാർത്ഥിക്കാം, ഈ അപ്പാരിഷൻസ് ഇനിയും ലോകത്ത് സംഭവിക്കാതിരിക്കാൻ നമ്മുടെ ത്യാഗപൂർണമായ പ്രാർത്ഥന ഈ സമയം നമുക്കുണ്ടാകട്ടെ.